ഹലോ, ഡെയിലി ഡോസ് ഓഫ് സ്പൈസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ട്രാവൽ വീഡിയോ ആണ്. നമ്മുടെ കേരളത്തിൻ്റെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ടൂറിസ്റ്റ് അട്രാക്ഷൻ നമ്മുടെ കൊല്ലത്തിൻ്റെ സ്വന്തം മൺട്രോ തുരുത്ത് അഥവാ മൺട്രോ ഐലൻഡിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. 2-3 ദിവസം മുന്നെയാണ് ഞങ്ങൾ തെക്കുംഭാവം ഞാറുംമൂടിന്ന് മൺട്രോ തുരുത്തിലേക്ക് യാത്ര പോയത്. സെബാസ്റ്റ്യൻ ചേട്ടൻ്റെ ബോട്ടിലാണ് യാത്ര ചെയ്തത്. ഈ ബോട്ടിലാണ് ഞങ്ങൾ പോയത്. ഫാമിലി ട്രിപ്പും കൂടെ മോളും ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ബോട്ട് പ്രിഫർ ചെയ്തത്. നമ്മളെല്ലാവരും ബോട്ടിൽ കയറി ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടു. നമ്മൾ പോകുന്ന വഴി എന്ന് പറയുന്നത് ഏറ്റവും ആഴം കൂടിയ, അതായത് അഷ്ടമുടി കായലിലെ ഏറ്റവും ആഴം കൂടിയ ഇടങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ ഇങ്ങനെ മൺട്രോ തുരുത്തിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ലൈഫ് ജാക്കറ്റ് നിർബന്ധമായിട്ടും ഇട്ടിരിക്കണം. ഞാറുംമൂടിൽ നിന്ന് യാത്ര തിരിക്കുമ്പോൾ ആദ്യം നമ്മളെ ആകർഷിക്കുന്നത് ചീനവലകളാണ്. ഒരു വശം നിറയെ ഇങ്ങനെ കുറേ ദൂരത്തേക്ക് ഇങ്ങനെ ചീനവലകൾ നമുക്ക് കാണാം. അതുപോലെ തന്നെ കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ ക്ലബ് മഹേന്ദ്ര റിസോർട്ട് കാണാം. അതിൻ്റെ തന്നെ റിസോർട്ടിൻ്റെ കുറേ റൂംസ് ഈ കായലിലേക്ക്, അഷ്ടമുടി കായലിലേക്ക് നീട്ടി കുറേ റൂംസ് അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഇങ്ങനെ കായലിലൂടെ പോകുമ്പോൾ കാണാൻ പറ്റും. ഇതാണ് ആ റൂംസും ക്ലബ് മഹേന്ദ്രയുടെ ആ ഒരു ഏരിയയും. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഭാഗങ്ങളൊക്കെ അഷ്ടമുടി കായലിൻ്റെ ആഴം കൂടിയ ഭാഗങ്ങളാണ്. അങ്ങനെ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഒരു സൈഡിലായിട്ട് സി അഷ്ടമുടി വരുന്നത് കണ്ടത്. സി അഷ്ടമുടി എന്ന് പറയുന്നത് നമ്മുടെ കേരള വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലെ അണ്ടറിൽ വരുന്ന ഒരു ക്രൂസ് ബോട്ടാണ്. അഷ്ടമുടി കായലിൽ ഒരു 1 ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവർ, ഈ ഇങ്ങനെയുള്ള ബോട്ടിലൊന്നും പോവാതെ ഒരു എൻ്റർടൈൻമെൻറ്റ്, ഒരു ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് പ്ലാൻ ചെയ്യുന്നവർക്ക് പോകാൻ പറ്റിയ ഒരു ബോട്ടാണ് സി അഷ്ടമുടി. 400 രൂപയേ ഉള്ളൂ ചാർജ്. അത് നമ്മുടെ കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പോയി കാണാം കേട്ടോ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇവിടെ മുന്നോട്ട് കാണുന്ന, അവിടെ കുറേ കണ്ടൽക്കാടൊക്കെ കാണുന്ന ആ ഭാഗം തൊട്ട് മൺട്രോ തുരുത്ത് പഞ്ചായത്താണ്. ഇപ്പോൾ തന്നെ നമുക്ക് ചെറുതായിട്ട് കണ്ടൽക്കാടൊക്കെ ഇങ്ങനെ ദൂരെയായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ കാണുന്ന കണ്ടലെല്ലാം തന്നെ നമ്മൾ വെച്ച് പിടിപ്പിച്ചതാണെന്നാണ് ബോട്ടിലെ ചേട്ടൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഇതിനെല്ലാം 10-200 വർഷത്തെ പഴക്കം ഉണ്ടെന്നും പറഞ്ഞു. അപ്പോൾ അത്രയും വർഷത്തെ പഴക്കം ഉള്ള കണ്ടൽ ചെടികളും അത് ആ മരങ്ങളായിട്ട് അങ്ങനെ വളർന്നു നിൽക്കുന്നത് അത്രയും വർഷം പഴക്കമുള്ള കണ്ടലാണ്. ഇവിടെയായിട്ട് കാണുന്നത് ഒരു ഹോം സ്റ്റേ ആണ്. അപ്പോൾ അത് ബാരലിൻ്റെ മുകളിലാണ് അതിങ്ങനെ സ്ഥിതി ചെയ്യുന്നത്. അതിലേക്ക് കയറാനായിട്ട് പോയി വരാനൊക്കെ ആയിട്ട് ഒരു ബോട്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇട്ടിട്ടുണ്ട്. അല്ലാതെ വേറൊരു മാർഗവും ഇല്ല അവിടെ എത്തിപ്പെടാനായിട്ട്. അപ്പോൾ അവർ ആ ബോട്ടിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യുന്നത്. നിങ്ങൾക്കത് ഓൺലൈനായിട്ടൊക്കെ ബുക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ കാണുന്നത് ടൂറിസ്റ്റുകൾ കൂടുതലായിട്ട് വരുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. കണ്ടൽക്കാടുകളൊക്കെ വളർന്നു നിൽക്കുന്ന അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. മൺട്രോ ഐലൻഡ് എന്ന് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇറങ്ങാം കേട്ടോ. ഇറങ്ങി കാലൊക്കെ നനച്ച് കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് നമുക്ക് തിരിച്ചു വരാവുന്നതാണ്. ഞങ്ങളുടെ കൂടെ മോളുള്ളത് കൊണ്ട് നമ്മൾ ഇറങ്ങിയില്ല. അല്ലെങ്കിൽ കുഞ്ഞ് വെള്ളത്തിൽ ഇറങ്ങണമെന്ന് നിർബന്ധം പിടിക്കുക. അതുകൊണ്ട് നമ്മൾ ഇറങ്ങിയില്ല. ഇങ്ങനെ ദൂരെ നിന്ന് കണ്ടു. കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് നമ്മളവിടെ എല്ലാം ഒന്ന് എന്താ പറയുക, നമ്മൾ ഇതിൻ്റെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നമ്മൾ കണ്ട ആ ടൂറിസ്റ്റ് സ്പോട്ടിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടുള്ള കണ്ടലുകളാണ് ഇവിടെ. നീണ്ട ഒരു നിര പോലെ ഇച്ചിരി നല്ല നീളത്തിൽ തന്നെ ഒരു സൈഡിൽ ഇങ്ങനെ കണ്ടലുണ്ട്. ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് കേട്ടോ, സ്വകാര്യ വ്യക്തികളുടെ പ്രോപ്പർട്ടിയാണ്. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ അല്ല.
അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ചെറിയ ചെറിയ കനാലുകൾ പോലെ ഇടയിൽ ചെറിയ വള്ളങ്ങൾക്ക് പോകാനുള്ള സ്ഥലമുണ്ട്. നേരത്തെ കുറച്ചും കൂടെ വീതിയിലുണ്ടായിരുന്നു. നമ്മൾ പോകുന്ന ടൈപ്പ് ബോട്ടുകളൊക്കെ പോകുന്ന വഴികളുണ്ടായിരുന്നു, അതൊക്കെ അടഞ്ഞു പോയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ പോകുന്ന കണക്കുള്ള കുഞ്ഞു വള്ളങ്ങളും അതിൻ്റെ ഇച്ചിരി കൂടെ വലിയ വള്ളങ്ങളും ഒക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ നമുക്ക് പോകാൻ പറ്റും. മൺട്രോ തുരുത്തിൻ്റെ ഇടയ്ക്കൂടെ, അതായത് നമ്മൾ ആ കായലിൻ്റെ ഭംഗി ആസ്വദിച്ച് ആ കനാലുകൾ കൂടെ ഒക്കെ യാത്ര ചെയ്യണമെങ്കിൽ നമ്മൾ വള്ളങ്ങളിൽ തന്നെ പോകണം കേട്ടോ. ഇതുപോലുള്ള ബോട്ടുകൾ ആ ചെറിയ വഴികളിലൂടെ ഒന്നും പോകില്ല. ഇങ്ങനെ സൈഡിലൂടെയൊക്കെ പോയി മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് കവർ ചെയ്യത്തേ ഉള്ളൂ. ഇച്ചിരി അഡ്വഞ്ചറസ് ആയിട്ട് കൂടുതൽ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ചെറിയ വള്ളങ്ങളിൽ തന്നെ പോകണം. നമ്മളിങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പം ഒരുപാട് ഹൗസ് ബോട്ടുകൾ കാണാം. അതുപോലെ തന്നെ ഷിക്കാര ബോട്ടുകൾ, ചെറിയ വള്ളങ്ങൾ, വലിയ വള്ളങ്ങൾ, നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ടൈപ്പ് ബോട്ടുകൾ, ക്രൂസ് ബോട്ടുകൾ, അങ്ങനെ പല ടൈപ്പ് ബോട്ടുകളും അതിൽ നിറച്ച് ടൂറിസ്റ്റുകളെയും കാണാം കേട്ടോ. അപ്പോൾ ഇതൊരു രസമാണ് കാണാനായിട്ട്. നമുക്ക് സൈഡിൽ കൂടെ കാണുന്ന കാഴ്ചകളല്ലാതെ തന്നെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. മൺട്രോ തുരുത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ എവിടെ നോക്കിയാലും മത്സ്യകൃഷികളാണ്. കൊഞ്ച്, കരിമീൻ, മനാമി, ചെമ്മീൻ, ഞണ്ട് തുടങ്ങി ഒരുപാട് മത്സ്യകൃഷികൾ ഇവിടെ കാണാം. കൂടുതലും നമുക്ക് ഈ നെറ്റൊക്കെ ഇട്ട് ഇത്തിരി ഉള്ളിലോട്ട് നോക്കുമ്പോൾ എല്ലായിടവും ഇങ്ങനെ നെറ്റൊക്കെ ഇട്ട് മത്സ്യകൃഷികൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സജ്ജമാക്കി വെച്ചിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ കായലിലോട്ടും കൂട് കൃഷിയും കാണാൻ പറ്റും. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നമുക്ക് ഇവിടെ കാണുന്ന ഇതെല്ലാം നെറ്റ് വെച്ചിട്ട് ഉള്ള കൊഞ്ചു കൃഷിയൊക്കെയാണ്. ഇങ്ങനെയുള്ളിടത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിലയിടത്തൊക്കെ ഇറങ്ങാൻ പറ്റും കേട്ടോ. ഇറങ്ങിയിട്ട് നമുക്ക് വേണമെങ്കിൽ പോയിട്ട് അതൊക്കെ കാണാം. എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കരിമീനോ കൊഞ്ചോ ഒക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മേടിച്ചുകൊണ്ട് വരികയും ചെയ്യാം. മൺട്രോ തുരുത്ത് എന്ന് പറയുന്നത് 8 തുരുത്തുകൾ ചേർന്നിട്ടുള്ള ഒരു ഭാഗമാണ്. ഇത് ശരിക്കും വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എല്ലാം. കൂടുതലും മത്സ്യകൃഷി ആയിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ടൂറിസമായിട്ട് ബന്ധപ്പെട്ടവർ മാത്രമാണ് ഇപ്പോൾ ഇവിടെ വീടുകളിലൊക്കെ ഉള്ളത്. മിക്കവാറും വീടുകളൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ അവിടെ വെള്ളം കയറി അവർക്ക് താമസിക്കാനുള്ള ഒരു സൗകര്യം ഇല്ലാത്തത് കൊണ്ടും ചിലയിടത്തോട്ട് വഴി ബസ്സോ വണ്ടികളോ ഒന്നും ചെല്ലില്ല. കടത്ത് അങ്ങനെ തന്നെ വള്ളത്തിൽ ബോട്ടിൽ തന്നെ പോകണം. അപ്പോൾ കൂടുതൽ പേരും വീട് ഉപേക്ഷിച്ചിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് താമസം മാറിയവരാണ്. പിന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലെ കുറേ ചേട്ടന്മാരോ കുഞ്ഞുങ്ങളോ ഒക്കെ ഇങ്ങനെ ഇന്ന് ചൂണ്ടയിടുന്നത് കാണാൻ പറ്റും. ഇവിടെയുള്ള മിക്ക വീടുകളുടെയും മുന്നിലുള്ള ആ കായലിനോട് ചേർന്നുള്ള പ്രദേശത്തൊന്നും സൈഡ് വാളുകളില്ല. എല്ലാം ഇടിഞ്ഞിടിഞ്ഞ് ഇങ്ങനെ കായലിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. മിക്കവാറും വീടുകളിലേക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്കെല്ലാം കുഞ്ഞു കുഞ്ഞു കനാലുകൾ പോലെ ഇങ്ങനെ തോടുകളുണ്ട്. അപ്പോൾ അതിന് കുറുകെ കെട്ടിയിരിക്കുന്ന ചെറിയ പാലങ്ങൾ കാണാം. അതെല്ലാം ഇങ്ങനെ ഇടിഞ്ഞൊക്കെ കിടക്കുകയാണ്. പണ്ട് കെട്ടിയതായിരിക്കും. അതൊക്കെ ഒന്നും റെനോവേറ്റ് ചെയ്യാതെ അത് ഇടിഞ്ഞ് ഒക്കെ കിടക്കുകയാണ്. ഇവിടെയായിട്ട് ഞങ്ങളൊരു കടത്ത് കണ്ടു. ഒരു കാത്തിരിപ്പ് കേന്ദ്രം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് പെരിങ്ങാലം സ്കൂളിലേക്ക് പോകാനുള്ള കടത്താണെന്നാണ് ഈ ബോട്ടിലെ ചേട്ടൻ പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ടോ, ഈ ഒരു വീടിൻ്റെ ബാത്റൂം, അതായത് നേരത്തെ കുറച്ചും കൂടെ സ്പേസ് ഉണ്ടായിരുന്നിരിക്കണം. ആ ബാത്റൂം ഒരു ഇടിഞ്ഞ് ആ കായലിലേക്ക് മറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയും വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എല്ലാം. നമ്മൾ മത്സ്യകൃഷികളെ കുറിച്ച് പറഞ്ഞപ്പോൾ കൂട് കൃഷിയെ കുറിച്ച് പറഞ്ഞില്ലേ, ആ കൂട് കൃഷിയാണ് ഈ കാണുന്നത്. നമ്മുടെ കായലിൻ്റെ സൈഡിലോട്ട് ആഴമുള്ള ഭാഗങ്ങളിലാണ് ഇങ്ങനെ ബാരലുകൾ വെച്ചിട്ട് അതിൻ്റെ കൂടെ ഇങ്ങനെ നെറ്റൊക്കെ കെട്ടി ഇതിലെന്താ ഇട്ടേക്കുന്നതെന്ന് എനിക്കറിയില്ല. കരിമീനോ കൊഞ്ചോ ഞണ്ടോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇച്ചിരി നീളത്തിലുണ്ട്. ഇത് പലയിടത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെയായിട്ട് കാണുന്നത് ഒരു വലിയ മത്സ്യകൃഷി നടത്തുന്ന ഒരു സ്ഥലമാണ്. കുറേ ഉണ്ട്, കുറേ ഭാഗത്തായിട്ട് ഇവർക്ക് ഇങ്ങനെ നല്ല നീളത്തിൽ ഇങ്ങനെ നെറ്റൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. വലിയ രീതിയിലാണ് ചെയ്യുന്നത്. കൊഞ്ചും കരിമീനും ഒക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ പൊന്മാൻ സിനിമയിൽ ഇതുപോലെ ഒരു മത്സ്യകൃഷി കൊഞ്ചു കൃഷിയുടെ ഒരു ഏരിയ ഒക്കെ കാണിക്കുന്നുണ്ടല്ലോ. അത് ആ സിനിമയൊക്കെ നമ്മൾ ഈ മൺട്രോ തുരുത്ത് ഭാഗത്തൊക്കെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇതുപോലെ തന്നെ കുറേ ഈ മത്സ്യകൃഷി ചെയ്യുന്ന യൂണിറ്റുകൾ ഇതേ കണക്ക് തന്നെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഉണ്ട്.
അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടു പോകുമ്പോൾ അത് അടിപൊളി ഒരു ലക്ഷൂറിയസ് ഒരു ഹൗസ് ബോട്ട് കണ്ടു. ഫുൾ കണ്ണാടിയൊക്കെ വെച്ചിട്ടാണ്, റോയൽ ക്രൂസ് എന്നായിരുന്നു കേട്ടോ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഫുൾ കണ്ണാടിയാണ്, നല്ല രസമുണ്ട് കാണാൻ. ദൂരെ നിന്ന് വരുമ്പോൾ തന്നെ നല്ലൊരു എടുപ്പൊക്കെ ഉണ്ടായിരുന്നു വരുന്നത് കാണാനായിട്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് പേരുണ്ട് കേട്ടോ ഇവിടെ ചൂണ്ടയിടാനായിട്ട്. ഇവിടെ ഒരാൾ ഹെൽമെറ്റ് തലയിൽ വെച്ചുകൊണ്ട് ചൂണ്ടയിടുന്ന കാഴ്ച കണ്ടു. അപ്പോൾ ഈ ചൂടത്ത് ബെസ്റ്റ് ഐഡിയ ആണ് അല്ലേ, ചൂട് സമയത്ത് ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് ചൂണ്ടയിടുന്നു. ഇനി ഒരു റെയിൽവേ പാളത്തിന്റെ അടിയിൽ കൂടെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. പണ്ട് ഇവിടെ സർവീസ് ഉണ്ടായിരുന്ന ജങ്കാറാണ് ഇവിടെ പൊളിഞ്ഞു കിടക്കുന്നത്. അപ്പോൾ പണ്ടത്തെ കാലത്ത് ഒരുപാട് വണ്ടികളെയൊക്കെ താങ്ങി അക്കരെ ഇക്കരെ എത്തിച്ചിരുന്ന ഒരു ജങ്കാറാണ്. ഇപ്പോഴത്തെ അതിൻ്റെ അവസ്ഥ എങ്ങനെയായി. നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ സൈഡിലായിട്ട് ഒരുപാട് ബോട്ടുകളും ഷിക്കാര ബോട്ടുകളൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് ഹോം സ്റ്റേസും കാണാം. ഹോം സ്റ്റേയിലല്ല, മിക്ക ഹോം സ്റ്റേയിലും ടൂറിസ്റ്റുകളുണ്ട്. അവരവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നതും കുട്ടികളൊക്കെ പുറത്ത് കളിക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ ടൈപ്പ് ബോട്ടുകൾക്കാണ് നമ്മൾ ഷിക്കാര ബോട്ടുകൾ എന്ന് പറയുന്നത്. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഒരു നല്ല അടിപൊളി ഒരു ഹോം സ്റ്റേ ഒക്കെ കണ്ടു കേട്ടോ. ഒരു ഗ്ലാസ് ഒക്കെ ഇട്ട് നമുക്ക് ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാനുള്ള ഒരു ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. അതിനോട് ചേർന്ന് തന്നെ ഇങ്ങനെ കൊട്ടവഞ്ചികളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കൊട്ടവഞ്ചികളൊക്കെ ഇവിടെ നമുക്ക് സർവീസിനുള്ളതാണോ, അവർ ഉപയോഗിക്കുന്നതാണോ, അത് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കണ്ട് മുന്നോട്ട് പോയപ്പോഴാണ് ഒരു അടിപൊളി ഹൗസ് ബോട്ട് വീണ്ടും കണ്ടത്. ഇത് നേരത്തെ കണ്ടതിലും വ്യത്യസ്തമാണ്. നല്ല അടിപൊളി, നല്ല പെയിന്റിംഗ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഹൗസ് ബോട്ടാണ്. കഥകളിയുടേതും കേരള ടച്ചുള്ള പെയിന്റിങ്സ് ഒക്കെ ചെയ്ത്, ചെണ്ടമേളത്തിന്റെയും കഥകളിയുടെയും ഒക്കെ ഒരു തെയ്യത്തിന്റെയും ഒക്കെ പെയിന്റിംഗ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു അടിപൊളി ഹൗസ് ബോട്ടാണ്. ഈ കാഴ്ചകൾക്കൊക്കെ ഇടയിൽ മീൻ വിൽക്കാനായിട്ട് വള്ളത്തിൽ പോകുന്ന ഒരാളെയും കൂടി നമ്മൾ കണ്ടു. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഒരു ചുണ്ടൻ വള്ളം കണ്ടു. കല്ലട എന്ന് പേരിട്ടിരിക്കുന്ന ഒരു ചുണ്ടൻ വള്ളമാണ്. വള്ളം കളിക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വലിയ ചുണ്ടൻ വള്ളമാണ് ഈ കാണുന്നത്. ഇവിടെ കല്ലടയാറിൽ വള്ളംകളി നടക്കാറുണ്ട് കേട്ടോ. 28ാം ഓണത്തിനാണ് കല്ലടയിൽ വള്ളംകളി നടക്കുന്നത്. അപ്പോൾ അതിനുപയോഗിക്കുന്ന ചുണ്ടൻ വള്ളം ആയിരിക്കും കേട്ടോ ഇവിടെ കിടക്കുന്നത്. വീണ്ടും ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു ബോട്ടിനെ കണ്ടു. അതായത് ട്രെയിനിന്റെ മാതൃകയിലുള്ള ബോട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ട്രെയിനിന്റെ മാതൃകയിലുള്ള ബോട്ട് കാണുന്നത്. എന്താ പറയുക, പാർക്കിലൊക്കെ പോകുമ്പോൾ കുഞ്ഞു ട്രെയിനൊക്കെ കാണുന്നത് പോലെ ഒരു ബോട്ട്. നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. സൈഡ് വ്യൂ ഒക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ചുറ്റും പ്രകൃതിയുടെ ഭംഗിയാണ്. എന്ത് മനോഹരമാണെന്നറിയോ ഓരോ കാഴ്ചകൾ കാണാനായിട്ട്. അപ്പോൾ ഇതൊന്നും നമ്മുടെ ക്യാമറയിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെയല്ല, നേരിട്ട് കാണുമ്പോൾ അതിലും ഭംഗിയാണ്. അതൊന്നും നമ്മുടെ അത്രയും ഭംഗിയൊന്നും നമ്മുടെ ക്യാമറയിലൊന്നും ഒപ്പിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ അത്ര ഭംഗിയിലാണ് നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ടുപോകുന്നത്. ഈ ഭാഗത്തൊക്കെ എത്തുമ്പോഴത്തേക്കും നല്ല രസമാണ് കാണാനായിട്ട്. ഈ നേരെ കാണുന്നത് ഇടിയക്കടവ് പാലമാണ് കേട്ടോ. അപ്പൊ അതിന്റെ അടിയിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ ഒരു ഹൗസ് ബോട്ട് ഇങ്ങനെ മുങ്ങിക്കിടക്കുന്നത് കണ്ടു.
അതിങ്ങനെ ചരിഞ്ഞ് വെള്ളത്തിലേക്ക് മറിഞ്ഞ് കിടക്കുകയാണ്. എത്ര ലക്ഷം രൂപയുടെ ബോട്ടായിരിക്കും അല്ലേ ഈ മുങ്ങിക്കിടക്കുന്നത്. കുറച്ചും കൂടെ മുന്നോട്ട് പോയപ്പോൾ നമ്മൾ വള്ളത്തിൽ കുറേ ടൂറിസ്റ്റുകൾ ഇങ്ങനെ ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് പോകുന്നത് കണ്ടു. തലയിൽ തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല വെയിലാണ്. ഈ വെയിലത്ത് എങ്ങനെ അവർ പോകുന്നതെന്ന് അറിഞ്ഞൂടാ. നമ്മൾ പോകുന്ന ബോട്ടിന് മുകളിൽ ടാർപ്പയും പിന്നെ വരിയലും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അത്ര വെയിലടിക്കുകയോ ഒന്നുമില്ല. നല്ല സുഖമാണ് പോകാനായിട്ട്. ഇതുപോലുള്ള വള്ളങ്ങളിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെയോ വൈകുന്നേര സമയത്തോ പോകുന്നതായിരിക്കും നല്ലത്. രാവിലെ സൺറൈസ് സമയത്ത്, അതായത് സൂര്യോദയ സമയത്തൊക്കെ പോകുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനെന്നാണ് എല്ലാവരും പറയുന്നത് കേട്ടോ. അപ്പോൾ ആ സമയത്തൊക്കെ പോകാൻ ശ്രമിക്കുക. ഈ കാണുന്നത് ഒരു റിസോർട്ടിന്റെ ഭാഗമാണ്. ഇവിടെ ഒരു ഊഞ്ഞാല് കായലിലേക്ക് ഇട്ടിരിക്കുന്നത് കണ്ടോ. ഇത് ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാനായിട്ട് എന്തൊക്കെ ഐഡിയ ആണല്ലേ പ്രയോഗിക്കുന്നത്. ശരിക്കും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വള്ളത്തിൽ വന്നിട്ട് അതിൽ കയറിയിരുന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ തോന്നുമല്ലോ അല്ലേ. അപ്പോൾ അതൊരു നല്ല ഐഡിയ ആണ്. ഇനി നമ്മൾ പോകുമ്പോൾ മുന്നിലായിട്ട് കാണുന്നതാണ് മൺട്രോ ഐലൻഡിന്റെ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ. അതായത് വലിയ കണ്ടൽ കാടുകളാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ കുറച്ച് സ്പേസ് ഉണ്ട്, 2-3 സ്പേസ് ഉണ്ട്. അപ്പോൾ അതിൽ കൂടെ നമുക്ക് വള്ളത്തിലോ ബോട്ടിലോ ഒക്കെ പോവാം. കൂടുതൽ ആൾക്കാർ ഇതിൽ വള്ളത്തിലാണ് പോകുന്നത്. നമ്മൾ പോയ സമയത്ത് ഒരുപാട് വള്ളങ്ങൾ ഇതേ കണക്ക് ക്യൂ ആയിട്ട് നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആ സമയത്തൊന്നും കയറാൻ പറ്റില്ല. വള്ളങ്ങൾ നിൽക്കുമ്പോൾ നമ്മൾ ബോട്ടുകളൊക്കെ കയറ്റി വിടില്ല. അപ്പോൾ ഇവിടെയൊക്കെ കൂടി പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ വള്ളങ്ങളിൽ തന്നെ പോകണം. അതിൻ്റെ ഇടയിൽ കൂടെ പോകുന്നതൊക്കെ നല്ല രസമാണ്. പക്ഷെ നമ്മളത് മിസ് ചെയ്തു. കാരണം നമ്മൾ കുറേ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു നമുക്ക് ഒരു ചാൻസ് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെ വള്ളങ്ങൾ ഇങ്ങനെ ക്യൂ ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. കൂടെ കുഞ്ഞുങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വള്ളങ്ങൾ തന്നെ, ഇച്ചിരി വലിയ വള്ളങ്ങൾ തന്നെ പ്രിഫർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു റെസ്ട്രിക്ഷൻ വരത്തില്ല. നമുക്ക് സുഖമായിട്ട് പാസ് ചെയ്ത് പോവാം. കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതുപോലുള്ള ബോട്ടുകളാണ് നല്ലത്. കാരണം വള്ളങ്ങളിൽ വെയിലത്ത് ഈ ചൂടത്തൊക്കെ നമുക്ക് വള്ളങ്ങളിൽ പോകുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഈ മുന്നിലായിട്ട് കാണുന്നതാണ് പള്ളിയാൻ തുരുത്ത്. വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു തുരുത്താണ് കേട്ടോ ഇത്. പണ്ട് കാലങ്ങളിൽ, അതായത് ഏകദേശം 100 കൊല്ലങ്ങൾക്കൊക്കെ മുന്നേ വരെ വസൂരി അഥവാ ചിക്കൻ പോക്സ് വരുന്നവരെ ജീവനോടെ പൊതിഞ്ഞു കെട്ടി കൊണ്ടിടുന്ന ഒരു തുരുത്തായിരുന്നു ഈ പള്ളിയാൻ തുരുത്ത് എന്ന് പറയുന്നത്. ആൾതാമസം ഇല്ലാത്ത ഈ തുരുത്ത് ഇപ്പോൾ റെയിൽവേയുടെ അണ്ടറിലാണുള്ളത്. ചെറിയ ബോട്ടുകളും ചെറിയ വള്ളങ്ങളും ഒക്കെ വന്ന് അടുക്കുന്നത് കണ്ടു. അവിടെ ഇറങ്ങി നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. കുറച്ച് അകത്തോട്ടൊക്കെ ഒന്ന് നടന്നിട്ടൊക്കെ വരാം. ആൾതാമസം ഒന്നുമില്ല, വിജനമായി കിടക്കുന്ന ഒരു ഐലൻഡാണ്. എന്നാൽ അവിടെ ഫോട്ടോ പോയിന്റ്സ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കുറേ പേര് ഇറങ്ങുന്നുണ്ടായിരുന്നു. നമ്മൾ ഇറങ്ങിയില്ല. അങ്ങനെ മൺട്രോ തുരുത്തിന്റെ കാഴ്ചകളൊക്കെ ഏകദേശം ഒന്ന് കണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. വന്ന വഴിയിൽ കൂടിയല്ല നമ്മൾ മടങ്ങുന്നത്. നമ്മളിനി പെരുമൺ പാലത്തിന്റെ അടിയിൽ കൂടെയാണ് തിരിച്ചു പോകുന്നത്. നമുക്ക് എല്ലാവർക്കും കേട്ടറിവുള്ള ഒരു പേരാണ് അല്ലെ പെരുമൺ ദുരന്തം. പെരുമണില് ട്രെയിനിന്റെ അപകടമൊക്കെ വന്നത്, ആ ട്രെയിൻ മറിഞ്ഞതും ഒക്കെ നമ്മൾ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ നടന്നൊരു അപകടമാണ്. എന്നാൽ ഇപ്പോഴും പെരുമൺ ദുരന്തം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഇവിടെ പുതിയൊരു പാലം പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് റെയിൽവേ പാലമല്ല, നോർമൽ പാലമാണ് പണിയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ 2 റെയിൽവേ പാലങ്ങളുണ്ട്. ഇതിൻ്റെ അടിയിലോട്ട് വരുമ്പോൾ ഇതിന് ഭയങ്കര ഒഴുക്ക് തോന്നിക്കും. ബോട്ടൊക്കെ നല്ല ആടി പോകുന്ന കണക്കൊക്കെ തോന്നും. പിന്നെ നല്ല കാറ്റും ഉണ്ടായിരുന്നു ഈ സമയത്ത്. ഒരു വൈകുന്നേര സമയമായി അപ്പോഴത്തേക്ക്. അപ്പം നല്ല കാറ്റും ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ മനോഹരമായ ഒരു യാത്രയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. അപ്പം നല്ലൊരു യാത്രയായിരുന്നു. നമുക്ക് മണിക്കൂറിന് 1000 രൂപയാണ് ഈ ബോട്ടിന് ചാർജ് ചെയ്യുന്നത്. പിന്നെ ബോട്ട് എവിടെയെങ്കിലും നിർത്തി നമ്മൾ എവിടെയെങ്കിലും ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ആ സമയം കാൽക്കുലേറ്റ് ചെയ്യില്ല കേട്ടോ. നമ്മൾ റണ്ണിങ് ആയിട്ടിരിക്കുന്ന സമയത്തിനാണ് 1 മണിക്കൂറിന് 1000 രൂപ. അപ്പം ഞങ്ങൾ പോയത് ചവറ തെക്കുംഭാഗത്തു നിന്ന് ഞാറമൂട്ടിൽ നിന്നാണ്. ഈ ചേട്ടൻ്റെയാണ് ബോട്ട്.
സെബാസ്റ്റ്യൻ എന്നാണ് ചേട്ടൻ്റെ പേര്. അപ്പോൾ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിരിക്കാം. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഞങ്ങളുടെ ഒരു കുഞ്ഞു യാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം.